നമ്മളുണ്ടല്ലോ ഇത് പെട്രോളായിട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ അതായത് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട നമ്മുടെ റോഡ് രാത്രിയാണ് കേട്ടോ നമ്മുടെ അവിടെ നല്ല മഴ പെയ്യാ. ആ രാത്രിയിലത്തെ മഴ കാലേ താന്നു പോവാ എന്നുവെച്ചാ അതേപോലെ ഓറ് പിടിക്കും നമ്മുടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടാ, നമ്മുടെ ഉണ്ടല്ലോ രാവിലത്തെ അടുക്കളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇപ്പോൾ ദിവസം അയച്ചു വിടും. അപ്പോൾ ഒരൊറ്റടിക്ക് നമ്മുടെ കോമ്പൗണ്ട് ഫുള്ള് എല്ലായിടത്തേക്കും ഓടിയെത്തി നേരെ കളിക്കും കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ. നമ്മളൊന്ന് വിളിക്കണം, അപ്പോൾ ഇങ്ങോട്ട് വരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ സാധാരണ കുട്ടിപ്പട്ടാളങ്ങളെ കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ പറമ്പിലേക്ക് ഇറങ്ങാറ്. ഇന്നിപ്പോൾ അകത്തേക്ക് കയറാനുള്ള കാരണമുണ്ട്. എന്നിട്ട് അറിയോ, നമ്മുടെ അല്ലി കിടന്ന് ഉറങ്ങണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് രസമാണ് അവിടെ കിടപ്പ് കണ്ടൊക്കെ എടുക്കണത്. ഇതിപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് ഇത്ര അടുത്തേക്ക് ചെല്ലിട്ടിട്ട് എന്നിട്ട് പോലും അവൾ അറിയണില്ല, അതേപോലെ ഉറങ്ങണേ. പിന്നെ കുട്ടിപ്പാട്ടാണങ്ങൾ വന്നേ പിന്നെ ആള് കൂടുതൽ സമയം അകത്തന്നെയായിട്ടോ കിടന്ന് ഉറക്കവും ഒക്കെ കണ്ടോ. ഒരു പ്രത്യേക സ്റ്റൈലിലുള്ളൊരു കെടുപ്പാണ്. നമുക്ക് തന്നെ കാണുമ്പോഴേ എന്താ പറയുക, ഇങ്ങനെയൊന്നുമില്ല, പല രീതിയിൽ അവൾ ഉറങ്ങൂട്ടെ. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാട്ടെ. അത് നമ്മുടെ ഉണ്ടല്ലോ നോക്കിയേ, ഒരു വാഴ ഒടിഞ്ഞു വീണുട്ടാ. വാഴ പക്ഷെ നേന്ത്രവാഴയാണ്, നല്ല വലിയ വാഴയായിരുന്നു. അത് മാത്രമല്ല വാഴ വലുതായാലും അതനുസരിച്ചുള്ള വലിയ കുലയും കൂടിയായിരുന്നു നേന്ത്രവാഴയുടെ. മുകളിലത്തെ എന്താ പറയുക, പടലൊക്കെ നമുക്ക് വറക്കുകയാണെങ്കിൽ വറക്കാടുക്കാം. ബാക്കി താഴേക്കുള്ളതൊന്നും പറ്റില്ല, നമുക്ക് കറി വയ്ക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടാ. ഞാനത് വെട്ടിയെടുക്കട്ടെ ആദ്യം. ഇവിടെ നിൽക്കണതില്ലേ ഇത്, ഈ ചീര നോക്കിയാൽ നമ്മുടെ സുന്ദരി ചീര കേട്ടാ. പാവ അതൊക്കെ നാശമായി. എന്നാലും ആ റെഡ് കളറിലൊരു മാറ്റമില്ല. അത് മാത്രമല്ല കതിരേ വന്നിട്ടില്ല, എന്നാൽ ഒരു പിടിച്ച് പോയിട്ടില്ല. മഴക്കാലത്തിൻ്റെ ഇതിൽ ആ ചീരയിലേക്ക് നന്നാവാണ്ടിരിക്കുന്നതാട്ടാ. അതേപോലെ ചുവപ്പ് ചീര, എല്ലാ ചീരയും അതെ നാശമായി. നമുക്കിവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ കൂടെ, ഇവിടെ മഴയൊന്നും ഇല്ലേ, കണ്ണൂർ നല്ല മഴയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല മഴയുണ്ട്, പക്ഷെ അതനുസരിച്ച് നല്ല തോർച്ചയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറമ്പിലിറങ്ങി പണിയണമെന്നുണ്ടെങ്കിൽ അതും നടക്കും. ചിലപ്പോൾ നിന്നോളം നിന്ന് പണിയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും പണിതുകൊണ്ടിരിക്കേ വെട്ടുതിക്ക് മൂർച്ച കുറവാണ് പണിതുകൊണ്ടിരിക്കും മഴ കിട്ടുക. അപ്പം അങ്ങനെ കുഴപ്പമില്ല. എന്നാലും നമ്മുടെ കോഴികൾക്ക് ഇനി 2 ദിവസത്തേക്കൊക്കെ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാനുള്ളതുണ്ട്. 2-3 ദിവസം തിന്നാളുന്നുണ്ട് അവർക്ക്. നോക്കിയേ എന്തോ ഒരു വലിപ്പുള്ള കായക്കൊലയായിരുന്നു. കുറേ പടലുണ്ട്. എത്ര പടലുണ്ടെന്നറിയോ? നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 പടല. നല്ല നീളമുള്ള കായും കൂടിയായിരുന്നു. അപ്പോൾ ഇതവിടെ കൊണ്ടേക്കട്ടെ. നമ്മുടെ ഈ കായക്കൊല കൊണ്ടേക്കുന്നതിൻ്റെ ഇടയിൽ നോക്കിയേ, നമ്മുടെ കുക്കമ്പറില്ലേ എന്താ പറ്റിയെന്നറിയില്ല, ഇങ്ങോട്ട് കയറി പോകുന്നതിന് ശേഷം നിറച്ച് കായ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ട് അത്ര കായകളായിരുന്നു. നോക്കിയേ, ഇങ്ങനെ കൊമ്പ് എന്തോ ഇവിടെ വെച്ച് ഒടിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ വാടി. അപ്പോൾ ഇത് എന്ത് സൈസ് കുക്കമ്പറാണെങ്കിൽ എല്ലാ തലയ്ക്കും ഉണ്ടാവട്ടെ, നമുക്ക് തരാം. അത് ആദ്യം കാട്ടിത്തരാം. നോക്കിയേ, ഓരോ തലയ്ക്കും എത്ര പൊടിപ്പ് വരുന്നു, ആ പൊടിപ്പിൻ്റെ ഓരോ ഇലയുടെ കടയ്ക്ക് നിറച്ച് കായുണ്ട്. ഇപ്പോൾ താഴേന്ന് തന്നെ നോക്കിയാണ്ട നല്ല കരിക്ക് പച്ച ഇണത്തിൽ പറ്റിയിട്ടുള്ള ഒരു കുക്കമ്പറായിരുന്നു കേട്ടോ. നിറച്ചുണ്ടാവുണ്ടായിരുന്നു. പക്ഷെ മുകളിലത്തെ ഒരു കൊമ്പിന് എന്താ പറ്റിയെന്നറിയില്ല, അത് ഇതേപോലെ ഒടിഞ്ഞത് അങ്ങനെയായി. കായക്കോല ഇവിടെ ഇരിക്കട്ടെ, നമുക്കെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ കൊണ്ടുപോകാം. ഇങ്ങനെ നീക്കി വെച്ചെന്നുള്ളോട്ടെ. ഞാൻ കുറച്ച് പുല്ലും ഒക്കെ വലിക്കാനുണ്ട്. കാട് പിടിച്ചോളാം നിൽക്കണ വഴുതിരിങ്ങയുടെ ഒരു ഭാഗത്ത്.
അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ നോക്കിയേ കൊത്തമര കണ്ട, ഇത് ഓറ് പിടിച്ചു. ഇതുണ്ടാവാൻ സാധ്യത കുറവാണ്. നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുമായിരുന്നു കേട്ടോ. ആ സമയത്ത് ഓറ് പിടിച്ചത്. ഞാൻ ഈ വട്ടം അങ്ങനെ മഴ ഉണ്ടെങ്കിലും നമുക്കതിന് അത്ര വെള്ളം കെട്ടി നിൽക്കണ പോലെ നമുക്ക് പറമ്പിൽ അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല. മഴ പെയ്യുമ്പോഴത്തെ കെട്ടി നിൽക്കുള്ളൂ. പക്ഷെ എല്ലാവരും ഇങ്ങനെ നിന്നോണം നിൽക്കില്ലേ. പക്ഷേ കാലൊക്കെ ചവിട്ടുമ്പോഴില്ലേ നല്ല പ്ലൂ പോലെയാണ്. അപ്പോൾ മണ്ണിലൊക്കെ അത്ര ഉറു പിടിച്ചിട്ടേ ഇനി നമ്മുടെ അങ്ങോട്ട് പോവാം. പുല്ല് വലിക്കട്ടെ. പുല്ല് കൈക്കോട്ട് കൊണ്ടും ചെത്താൻ ഷൈഡിന് ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് പറയാം. കൈക്കോട്ട് കൊണ്ട് ഷൈഡിന് ചെത്തുമ്പോൾ കൈക്കോട്ടുമ്പോൾ പിടിച്ചിട്ടേ അപ്പോൾ കൈ കൊണ്ട് വലിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ഷൈഡ് കൈക്കോട്ട് കൊണ്ട് ചെത്തിയിട്ട് ഈ കൈക്കോട്ടുമ്പോൾ ഇങ്ങനെ അട പോലെ പിടിക്കുക. അപ്പോൾ കുറേയൊക്കെ കൈ കൊണ്ട് വലിച്ചാലാ പോവുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കണ്ട നമ്മുടെ ആഫ്രിക്ക മല്ലി, പിന്നെ കൈക്കോട്ട് കൊണ്ട് ചെത്തുമ്പോൾ അങ്ങനെയും കുറേ കാര്യങ്ങൾ പോവേ. ആഫ്രിക്ക മല്ലിയൊക്കെ നിൽക്കുന്നിടത്ത് നമ്മുടെ കൈ തന്നെ വേണം, അല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ കൈ വരണം. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. പാമ്പിൻ്റെ ശല്യം കൂടി തുടങ്ങിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇടയ്ക്ക് പാമ്പിനെ കണ്ടു തുടങ്ങിയപ്പോൾ അതിങ്ങനെ വെള്ളമൊക്കെ തോട്ടിലും പാടത്തൊക്കെ കയറി തുടങ്ങിയപ്പോഴാന്ന് തോന്നണ്ടേ. അപ്പോൾ പാമ്പ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇനി ചെയ്യണത് കഴിഞ്ഞിട്ട് തെങ്ങിൻ്റെ കടക്കിലേക്ക് ഇടുക വലിച്ച്. പിന്നെ ഒരു കാര്യം കാട്ടിയത്തെ, അരേനെ കാട്ടിയത്തെ നമ്മുടെ ഈ പറമ്പിൽ ഇതേപോലത്തെ ഇരകളായിരിക്കും നോക്കിയേ. കണ്ടാ ഇത് പക്ഷേ ആയിട്ട് കളച്ച സമയത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിട്ടുള്ള ഇരകളത്. അപ്പോഴേക്കാൾ ഉറുമ്പ് പിടിച്ചു. അത് നമ്മളിങ്ങനെ ജൈവമായിട്ടുള്ളത് മാത്രം ചെയ്യുന്ന കാരണമായിട്ട് നമുക്കിങ്ങനെ കൂടുതൽ ഇരകളൊക്കെ ഉണ്ടാവണം പറമ്പിൽ. ഇംഗ്ലീഷ് വളം ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരകളെ കാണില്ല. നമ്മളെ കൈ കൊണ്ട് വലിക്കയിൽ വലിയ കാര്യമായിട്ടൊന്നും വൃത്തിയാവില്ല കേട്ടാ. കാരണം ഒരുവിധം ആ കാട് കളയാന്ന് മാത്രമേ ഉള്ളൂ. ഈ പുല്ലിൻ്റെ കുറച്ച് മഴയ്ക്ക് നിന്നാൽ മാത്രമേ അത് ചെത്തി അതേപോലെ ഭംഗിയിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പാമ്പുകളുടേതായ ഇത് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് വന്ന് കിടക്കേണ്ട വെച്ചിട്ടാണ് ഒരുവിധം കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് വൃത്തിയാക്കണേ. നല്ല മഴ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാൻ ഇത്തിരി സ്പീഡും കൂട്ടി വലിക്കുന്നത് അത് കാരണം കേട്ടാ. മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്കിവിടെ മുഴുവനായിട്ട് പിടിച്ചേക്കാൻ പറ്റും തോന്നുന്നില്ല. ഈ പൊടിച്ചു വരുന്നതില്ലേ ഇത് വാലരി പയറായിട്ടാ. മഴ പെയ്തു, ഞാൻ ഓടട്ടെ. ഞാനുണ്ടല്ലോ നമ്മുടെ റെയിൻകോട്ട് ഇട്ടിട്ട് ഇറങ്ങിയിട്ടാ. വേറെ ഒന്നല്ല, നമ്മൾ ഇന്ന് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം മഴയില്ലാത്ത ദിവസം നോക്കിയെന്നുണ്ടെങ്കിൽ നീട്ടി വെക്കാൻ പറ്റണതല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റെയിൻകോട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊരു മഴയുടെ ശക്തി കുറഞ്ഞപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അതായത് നമ്മുടെ സെൻറ്റുമല്ലി എന്നല്ല പറയുക, ചെണ്ടുമല്ലി എന്നാണ് പറയുക. നമ്മുടെ ഭാഷയിൽ പെട്ടെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു പോണതാട്ടാ. അപ്പോൾ ചെണ്ടുമല്ലിക്ക് വടി കുത്തി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചൊക്കെ മഴയാണെങ്കിൽ അത് നാശമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റെയിൻകോട്ട് ഇട്ട് ഇറങ്ങിയത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പോയി. കണ്ട മഴ പെയ്തപ്പോഴേക്കും കണ്ട വെള്ളം നിന്ന് തുടങ്ങി. നമ്മൾ ഈ ചെണ്ടുമല്ലിക്കൊക്കെ ഇതാ കടക്കിലേക്ക് മണ്ണ് ഇട്ട് കൊടുത്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കടൊക്കെ ഒരു പിടിച്ച് പോവേ. കുത്തി കൊടുക്കട്ടെ, കാരണം മുട്ടയ്ക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലുതുകൾക്കാണ് ആദ്യം കുത്തി കൊടുക്കുന്നത്, ചെറുതുകൾ ഇപ്പോൾ വീഴില്ല.
ഓരോ വട്ടം വീണൊരുക്ക് ഇടയിൽ വന്നിട്ട് ഞാൻ കുത്തി കൊടുക്കാറുണ്ട് കേട്ടാ. കാലേ താന്ന് പോവാ എന്നുവെച്ചാ അതേപോലെ ഉറു പിടിക്കും നമ്മുടെ ഈ മണ്ണേ. നമ്മുടെ കൊള്ളിത്തറിയായിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മൾ എന്താ പറയുക, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെച്ചിട്ടുള്ള കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സമയം വരുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു കൊണ്ടു കുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചെണ്ടുമല്ലിക്ക് വടികളൊക്കെ കുത്തി കൊടുത്തു. ഇനിയിപ്പോൾ എന്തിട്ടാണെങ്കിൽ വേപ്പിൻ്റെ കുറച്ച് ചില്ലകൾ ഒടിക്കണം നമുക്ക്. കാരണം കുറച്ച് വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് തന്നെ തരാം, അത് വേണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത് കൂടി ഓടിക്കട്ടെ ഇനി. എന്തേ നിങ്ങൾക്ക് തന്നതല്ലേ ഞാൻ ഇന്ന് രാവിലെ, പിന്നെന്താ? അപ്പൊ നമ്മളിതാ ഇത്രയും വേപ്പില, ഓ എന്തേലും ഒന്ന് പറയട്ടെടാ, അവരാണ് തിക്കുന്നാർ കൂട്ടിനെ. ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷായിട്ട് വേഗം അവിടെ വീട്ടിൽ കൊണ്ടു കൊടുത്താൽ മതി. പിന്നെ അവരെല്ലാവരും അങ്ങോട്ട് കൈമാറി എടുത്തോളൂ. അപ്പം ഇത് കൊണ്ടുപോട്ടെ. ഇനി അത് മാത്രമല്ല, നമുക്ക് കോഴിക്കൂടും കൂടി ഒന്ന് വൃത്തിയാക്കാണ്ടിട്ടാ. പിന്നെ നോക്കി നമ്മുടെ ഒരു കുമ്പളങ്ങ ഇങ്ങനെ പടർന്നിട്ടുണ്ട്. അത് കയറി പോണത് നമ്മുടെ കോഴിക്കൂടുമിക്കാട്ടാ. അപ്പം നോക്കിയേ, ഇതേ കുമ്പളങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ, അധികം വലിപ്പം വരാത്തൊരു ചെറിയൊരു കുമ്പളങ്ങയാണ്. എനിക്ക് മുന്നൊരു ദിവസം ഒരെണ്ണം കിട്ടി. പിന്നെ വേറൊരു കാര്യം കാട്ടിയട്ടെ, നമ്മുടെ ചട്ടിയിൽ ഒരു പയറ് മുളച്ച് വന്നു. അതൊന്ന് നോക്കിയേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈ വീട്ടിലത്തെ പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി ഓറ് പിടിക്കും. അപ്പോൾ ഇവിടെ പയർ നട്ടിട്ട് നന്നാവണില്ല. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ പറമ്പിലാണ് പയർ വെച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ചട്ടിയിലായി. ഇപ്പം നോക്കിയേ,
ഒരു പിടിക്കണമൊന്നുമില്ലല്ലോ. നല്ല സൈസ് പയറായിരുന്നു, നല്ല കുറ്റിപ്പയറാണ്. നമ്മുടെ കായ്കൊലയും കൂടി എടുത്തിട്ട് പോട്ടെ. അയ്യോ, കാലൊക്കെ മണ്ണിൽ വെക്കാൻ പറ്റണില്ല, താന്നു പോയിട്ട്. നമ്മുടെ മഴ നിൽക്കുന്നത് കാണാനില്ല. പക്ഷെ നമ്മുടെ കോഴിക്കൂട് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം വൃത്തിയാക്കും, അല്ലെങ്കിൽ മണം വരും, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. അപ്പൊ എന്തായാലും ഞാൻ അതും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എനിക്ക് കയറണോളൂ കേട്ടാ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ, നല്ല ഉറക്കാട്ടോ. നോക്കി എന്ത് രസം എടുപ്പ്. നീങ്ങ. നമ്മളുണ്ടല്ലോ, ഇത് പെട്രോളായിട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോ വീണ്ടും പാമ്പിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. നല്ലൊരു മൂർക്കം പാമ്പാണ്. ഗേറ്റ് കടന്നിട്ട് ഇങ്ങോട്ട് കിടക്കുന്നത് ചേട്ടൻ കണ്ട കാരണം നമ്മുടെ പറമ്പിലേക്ക്. കാരണം നമ്മുടെ അപ്പുറത്ത് തോടും ഞാൻ കാട്ടിത്തരാട്ടോ, ആ തോടയ്ക്ക്. അപ്പോൾ സൈഡിൽ കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ പാമ്പിനെ കിടക്കാൻ എളുപ്പം നമ്മുടെ ഈ ഭാഗത്തേക്ക്. അത് ഞാൻ കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, പെട്രോള് വീടിൻ്റെ ചുറ്റും അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ ചുറ്റുമൊക്കെ തെളിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ.
പിന്നെ നമ്മൾ ഈ പെട്രോളൊക്കെ തെളിക്കുമ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, കാരണം വല്ല തീപ്പെട്ടിക്കൊന്ന് പെട്ടെന്ന് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് കത്തും ചെയ്യേ. നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റും, അപ്പോൾ അതായത് മഴയുള്ള കാരണം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ചുമരിനോട് ചേർത്തി തറോട് ഇങ്ങനെ ചേർത്തിട്ടായിട്ടോ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണേ, ചുറ്റും അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കൊടുക്കണത്. പിന്നെ എൻ്റെ കാലുമത്തെ ചെരുപ്പിട്ട 2 തരം നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അവരുടെ ആ പല്ലിൻ്റെ ഒരു അരിപ്പ് സമയത്ത് ഇപ്പോഴും മോശമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഊരിട്ടിട്ടേ ഒരു ചെരുപ്പിൻ്റെ വാറൊക്കെ ചിലപ്പോൾ കടിച്ചു പോയി. അപ്പോൾ ഇടാൻ പറ്റിയത് ഇങ്ങനെയായാലും ഇടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ എന്തിട്ടാണെങ്കിൽ കോഴിക്കൂടിൻ്റെ ചുറ്റും കൂടി അടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പോണേ. ചായേട്ടനെ നമ്മുടെ വേപ്പിലും കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അടുത്ത വീടുകളുണ്ട്, അവർക്ക് കൊടുക്കാൻ കൊണ്ടുപോട്ടാ. നമ്മുടെ അവിടെ നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട നമ്മുടെ റോഡ്. പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് രാത്രിയാണ് കേട്ടോ. നമ്മുടെ അവിടെ നല്ല മഴ പെയ്യുക. ആ രാത്രിയിലത്തെ മഴ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വെള്ളം കയറി വരുന്ന പോലെ വരും. പക്ഷെ നേരെ വെളുക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് മഴയുടെ ശക്തിയില്ല. പക്ഷെ നല്ല കാറ്റ്, തൂവാലടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് കാരണം തന്നെ ഇന്ന് ഞാൻ പാചകം ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും ചെയ്യണില്ലേ. കാരണം നമ്മുടെ നിൽക്കണ ഭാഗത്ത് നമുക്ക് മഴ കൊള്ളില്ലെങ്കിലും ഈ കാറ്റടി ഉള്ള കാരണം നല്ല തൂവാലടിക്കുകയായി. അപ്പം അതിനൊന്നും പാചകം നമ്മൾ ചെയ്യണില്ല കേട്ടാ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് ഗേറ്റ് കടന്നു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ കാട്ടിത്തരാം. അപ്പം ഞാൻ അങ്ങോട്ട് പോവാട്ടെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക്. ഇത് നമ്മുടെ ഓറഞ്ച് ഇട്ടാ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോട് എന്ന് പറയുന്നത്. ഈ തോട് ഇങ്ങനെ ഫുള്ള് ഇവിടെ വരെ നിറയാറുണ്ട്. അപ്പോഴാണ് നമുക്ക് ഫുള്ള് വെള്ളം അങ്ങോട്ട് ഇങ്ങനെ വരാറ്. ഈ വട്ടം അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ പാമ്പുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോട്ടിൽ ഇങ്ങനെ വെള്ളം നിറയുമ്പോൾ അവരിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മതിൽ കണ്ട, ഈ മതിലിൻ്റെ ഈ അരു നോക്കി ഇങ്ങനെ വരും. പിന്നെ ഈ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കുന്ന കാര്യം നേരെ അവരിങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ ഉള്ളിലേക്കാണ് കയറുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിന് നമ്മൾ മാത്രമല്ല കേട്ടോ. നമുക്കിപ്പോൾ പാല് കൊണ്ടുണ്ട് ചേച്ചി പശുവിനൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആ ചേച്ചിയും പറയാറുണ്ട്, സ്മിത ഇതേ ഇങ്ങനെ പാമ്പ് കിടക്കുക കണ്ടുകൂട്ടാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ഇങ്ങനെ കടന്ന നേരെ നമ്മുടെ ഈ പുല്ലിലേക്ക് കയറും. ഈ പുല്ലിലേക്ക് കയറി ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കടക്കണ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. നേരെ ഈ ഒരു കഴ കണ്ട ഇങ്ങനെ ഈ കഴയിലേക്ക് കടന്ന സുഖമായിട്ട് പിന്നെ നമ്മുടെ പറമ്പിലേക്കായി. അപ്പോൾ പാമ്പിന് വരാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമുള്ള വഴികളാണ് നമ്മുടെ അവിടെ വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ വട്ടം പാമ്പ് കടന്നിട്ടുള്ളത് ഇങ്ങോട്ടാ കേട്ടോ. പക്ഷെ ഷായയുടെ വണ്ടിയൊക്കെ ഒതുക്കി വെച്ച്, കാരണം ഷായുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വണ്ടി കടന്ന് വരുന്ന സമയത്തിന് പാമ്പ് കിടക്കുന്നുണ്ട്. വേഗം വന്ന് ഷായുടെ വണ്ടിയൊക്കെ ഒതുക്കി വെച്ച് ഇങ്ങോട്ട് വരുമ്പിക്കും പിന്നെ പാമ്പിനെ കണ്ടിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പെട്രോളൊക്കെ ഒന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചത്.
പെട്രോള് ഒഴിക്കുമ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ആ മണം കേൾക്കുന്നിടത്തേക്കൊന്നും പാമ്പ് വരില്ല എന്നുള്ളത്. നമുക്കുണ്ടല്ലോ ബർത്ത്ഡേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടാ. അൻശ്വര മഞ്ജുവിൻ്റെ മകൾ രേവതിയുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 27, അതായത് ഇന്ന്. അപ്പോൾ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന രേവതി കുട്ടിക്ക് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. മിനി അശോകൻ, ഹായ് മിനിയേച്ചി. ത്രേസ്യമ്മ ജോർജ്, ഹായ് ത്രേസ്യമ്മ. സിൽവി ജോസ്, ഹായ് സിൽവി. ഇന്നപ്പോൾ നമ്മുടെ പാചകമൊന്നുമില്ല. അപ്പം ഇന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ളോട്ടെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.